ലെക്ചേഴ്സ് ആണല്ലോ. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് അടുത്ത ക്ലാസ് നോക്കുന്നത് പ്രിയാമ്പിൾ ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് ഒരു ആമുഖവുമായിട്ടാണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്താണ്? അതാണ് ഈ പറയുന്ന ബേസ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്തിനു വേണ്ടിയാണ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്താ, എയിം എന്താ, കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിയാമ്പിൾ ആണ്. അപ്പൊ പ്രിയാമ്പിൾ എന്താണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചിരിക്കുക. ഇത് അതേപടി നിങ്ങൾ കാണാപ്പാടും പഠിക്കേണ്ട, പക്ഷെ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ലാൻഡിന്റെ സുപ്രീം ആയിട്ടുള്ള ലോയില് എന്താണ് അതിന്റെ പ്രിയാമ്പിൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം ആ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മള് ഇന്ത്യൻ പീപ്പിൾ ആണ്. പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ. ഇന്ത്യ എങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഇന്ത്യ ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൺസ്. അപ്പൊ എങ്ങനെയുള്ള ഒരു കൺട്രി ആണെന്ന് പറഞ്ഞേക്കണേ? സോവറിൻ ആയിട്ടുള്ള, പരമാധികാരമുള്ള, സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, സെക്യുലർ, മതേതരത്വമുള്ള, ഡെമോക്രാറ്റിക്, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളാലുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, റിപ്പബ്ലിക് ആയിട്ടുള്ളതും, ആൻഡ് ടു സെക്യൂർ ഓൾ സിറ്റിസൺസ്, അങ്ങനെ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതോടൊപ്പം തന്നെ എന്താണ് സെക്യൂർ ചെയ്യുന്നത്? ഉറപ്പുവരുത്തുന്നത്. എല്ലാ സിറ്റിസൺസിനും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന്. അതിലെന്താ ഉള്ളത്? ആദ്യം ജസ്റ്റിസ്, നീതി ഉറപ്പുവരുത്തുന്നുണ്ട്. എങ്ങനെയുള്ള നീതിയാ? സോഷ്യൽ ആയിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ളതും പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള ജസ്റ്റിസ്, നീതി അവിടെ ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ ലിബർട്ടി, സ്വാതന്ത്ര്യം. എങ്ങനെയാ? ഓഫ് തോട്ട്, നമുക്ക് ചിന്തിക്കാനുള്ളതും, എക്സ്പ്രഷൻ, നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതും, അതുപോലെ തന്നെ ബിലീഫ്, ഇഷ്ടമുള്ള ബിലീഫ്, വിശ്വാസം നമുക്ക് കൊണ്ടു നടക്കാനും, ഫെയ്ത്ത്, അതുപോലെ തന്നെ വർക്ക്ഷിപ്പ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ആരാധിക്കാനും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ലിബർട്ടി, സ്വാതന്ത്ര്യവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ സിറ്റിസൺസിനും സെക്യൂർ ചെയ്ത് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്വാലിറ്റി, തുല്യത. തുല്യത എങ്ങനെയാ? ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ഒരു ജോലി കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അവരെ ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് കിട്ടണം, ഇക്വാലിറ്റി കിട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആൻഡ് ടു പ്രൊമോട്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എന്താ പ്രൊമോട്ട് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത് എമോങ് ദം ഓൾ, ഈ പറയുന്ന സാധനങ്ങളെല്ലാം, നമ്മൾ ഈ പറഞ്ഞ ജസ്റ്റിസ് ആണെങ്കിലും ലിബർട്ടി ആണെങ്കിലും ഇക്വാലിറ്റി ആണെങ്കിലും എല്ലാം എല്ലാവരിലും അത് പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഫ്രട്ടേണിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ ബ്രദർഹുഡ്, സഹോദരത്തിനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫ്രട്ടേണിറ്റി, assuring the dignity of the individual and the unity and integrity of the nation. നമ്മുടെ നേഷന്റെ ഇന്റഗ്രിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഒരുമ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി, അവരുടെ ആ ഒരു ബഹുമതി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു റെസ്പെക്ട് അഷ്യൂർ ചെയ്ത് ഉറപ്പുവരുത്തണം, ഒരു പരസ്പര സഹോദര്യത്തിൽ പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്ന ഈ ഒരു പ്രിയാമ്പിൾ, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. അപ്പൊ പ്രിയാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ അത് കീ ടു ഓപ്പൺ ദ മൈൻഡ്സ് ഓഫ് ദ ഡ്രാഫ്റ്റേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ പറയുന്നത്. ഒന്നുകൂടി പറയാം. കീ ടു ഓപ്പൺ ദ മൈൻഡ്സ് ഓഫ് ദ ഡ്രാഫ്റ്റേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആരാ? ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തികൾ. അപ്പൊ അങ്ങനെയുള്ള ഡ്രാഫ്റ്റേഴ്സ്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തികൾ ആരാണോ അവര് ഡ്രാഫ്റ്റ് ചെയ്തവരുടെ മൈൻഡ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു കീ, താക്കോലാണെന്നാ പറയുന്നത്. എന്താ അത് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. എന്താണോ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഡ്രാഫ്റ്റ് ചെയ്ത്, അപ്പൊ ആ ഡ്രാഫ്റ്റ് ചെയ്ത് ഡ്രാഫ്റ്റിംഗ് ചെയർമാൻ ആരായിരുന്നു? അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന വ്യൂ പോയിന്റ് എന്താണ്, അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കീ, താക്കോലാണ് ഈ പ്രിയാമ്പിൾ. അതിന്റെ ഒരു രത്ന ചുരുക്കം ഈ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിള് 1976 1976 42ാമത് അമെന്റ്മെന്റ് വഴിയായിട്ട്, അതായത് 42ാമത് ഭേദഗതി വഴിയായിട്ട്. അമെന്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ഏതെങ്കിലും തരത്തിൽ നമ്മൾ നിയമത്തിൽ അഡീഷൻസ്, കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ ഓൾട്ടറേഷൻസോ ചേഞ്ചസോ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ നമ്മൾ അമെന്റ്മെന്റ്, ഭേദഗതിയാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്തു, ഭേദഗതി വരുത്തിയത് 42ാമത് അമെന്റ്മെന്റ് വഴിയായി. 42ാമത് അമെന്റ്മെന്റ് ഭേദഗതി വരുത്തിയത് 1976 വർഷത്തില്. ആ വർഷത്തില് 1976 42ാമത്തെ അമെന്റ്മെന്റ് വഴിയായിട്ട് പ്രിയാമ്പിൾ എന്ത് ചെയ്തു? അമെന്റ് ചെയ്തു. അതായത് നമ്മുടെ പ്രിയാമ്പിള് അമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഭേദഗതി വരുത്തി. എന്താ വരുത്തിയത്? ഭേദഗതി വരുത്തിയിട്ട്
മൂന്ന് വേർഡ്സ് അവിടെ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു. മൂന്ന് വേർഡ്സ് പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ചോദിക്കാം സോഷ്യലിസം, സെക്യുലാരിസം, ഇന്റഗ്രിറ്റി ഈ മൂന്ന് വേർഡ്സും ആഡ് ചെയ്തത് ഏത് അമെന്റ്മെന്റ് വഴിയാണ് കോൺസ്റ്റിറ്റ്യൂഷനില്? 42nd അമെന്റ്മെന്റ്. ഏത് വർഷം? 1976. അപ്പൊ 42nd അമെന്റ്മെന്റ് 1976 വഴിയായിട്ട് എന്തൊക്കെയാണ് പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തത്? ഏതൊക്കെ വേർഡ്സാ? മൂന്ന് വേർഡ്സ്, സോഷ്യലിസം, സെക്യുലാരിസം, ഇന്റഗ്രിറ്റി. അപ്പൊ അതായത് മതേതരത്വം ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെയാണ് അവിടെ എന്ത് ചെയ്തത്? ആഡ് ചെയ്തത് പ്രിയാമ്പിളിലേക്ക് മൂന്ന് വേർഡ്സ്. അത് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യ എങ്ങനെയുള്ള ഒരു കൺട്രി ആണെന്ന് പറയുന്നത്? ഇന്ത്യ സോവറിൻ, പരമാധികാരമുള്ള ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, സെക്യുലർ മതേതരത്വമുള്ള, ഡെമോക്രാറ്റിക് ബൈ ദ ഗവൺമെന്റ് വഴിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റിപ്പബ്ലിക് കൺട്രിയാണ് ഇന്ത്യ എന്നാണ് നമ്മുടെ പ്രിയാമ്പിളില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുർ ചെയ്യുന്നുണ്ട്. എൻഷുർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പാക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ നമുക്ക് ഉറപ്പാക്കുന്നത്? പ്രിയാമ്പിളിലൂടെ ജസ്റ്റിസ്, നീതി, അതുപോലെ തന്നെ ലിബർട്ടി, ഫ്രീഡം, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി, തുല്യത, സമത്വം, ഇതൊക്കെ ആർക്ക് കൊടുക്കുന്നത്? ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും ഇങ്ങനെ ജസ്റ്റിസും ലിബർട്ടിയും അവിടെ നീതി, ന്യായവും, തുല്യതയും, സ്വാതന്ത്ര്യവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ പൗരന്മാർക്കും, ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാ പൗരന്മാർക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിയാമ്പിൾ വഴിയായിട്ട് ഉറപ്പാക്കുന്നുണ്ട്. പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം നമ്മുടെ ആമുഖമായിട്ടുള്ള പ്രിയാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി അഫേം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയും ഉറപ്പാക്കുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. വേറെ എന്ത് കാര്യം ഉറപ്പ് വരുന്നത്? ഫ്രട്ടേണിറ്റി ബിറ്റ്വീൻ ദ പീപ്പിൾസ്, അതായത് ജനങ്ങൾ തമ്മിലുള്ള ആ ഒരു സാഹോദര്യത്വം, അതും ഈ പറയുന്ന ഫ്രട്ടേണിറ്റി അതിനെയാണ് പറയുന്നത്. പരസ്പരമായിട്ടുള്ള ഒരു ബ്രദർഹുഡ് ഇല്ലേ, ആ ഒരു സാഹോദര്യത്വവും അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ വഴിയായിട്ട് ഉറപ്പാക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ ഒരു 42ാമത്തെ അമെന്റ്മെന്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 42ാമത്തെ അമെന്റ്മെന്റ് ആക്ട്, അതായത് 42ാമത്തെ ഭേദഗതി നടത്തിയ ആ ഒരു ആക്ടിനെയാണ് നമ്മൾ പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഏറ്റവും ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ചെറിയ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ 42ാമത്തെ ഭേദഗതി എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു 42nd അമെന്റ്മെന്റ് വഴിയായിട്ടാണ്, ഈ ഭേദഗതി വഴിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രധാനപ്പെട്ടതായ അമെന്റ്മെന്റുകൾ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത്, അഡീഷൻസ് എല്ലാം കൂട്ടിച്ചേർത്തത് 42ാമത് അമെന്റ്മെന്റ് വഴിയാണ്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ നമ്മുടെ പ്രിയാമ്പിളിലേക്ക് കൂട്ടിച്ചേർത്തത്, സോഷ്യലിസം, സെക്യുലാരിസം, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ തന്നെ ആ പ്രിയാമ്പിളിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ അമെന്റ് ചെയ്ത് ചേർത്ത ഒരു ഭേദഗതിയായിരുന്നു 42nd അമെന്റ്മെന്റ് ആക്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ചെറിയ വേർഷൻ തന്നെയായിരുന്നു ആ അമെന്റ്മെന്റ് എന്ന് പറയാൻ കാരണം അതിലൂടെ കുറെ അമെന്റ്മെന്റുകൾ അല്ലെങ്കിൽ കുറെ അഡീഷൻസ് നടത്തിയിട്ടുണ്ട്. ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് വഴിയായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ പറയുന്ന ഐഡിയൽസ്, കുറെ ഐഡിയൽസ് ഇല്ലേ? അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ പറയുന്ന ഐഡിയൽസ് എന്തൊക്കെയാണോ, ഈ പറഞ്ഞ സോഷ്യലിസം, സെക്യുലാരിസം, ഇന്റഗ്രിറ്റി ഇങ്ങനെയുള്ള ഐഡിയൽസ് എല്ലാം ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വഴിയായിട്ടാണ് ലേ ഡൗൺ ചെയ്തത് മീൻസ് സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നോക്കുന്നത് ഈ പ്രിയാമ്പിള് നമ്മൾ എന്താണ് പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടാണോ, ഒരു ഭാഗമാണോ എന്നുള്ളതാണ് സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കേസസിന്റെ ഡിസിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്? സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഭാഗമാണെന്നാണോ പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷന്റെ, അത് അല്ലെന്നാണോ എന്നുള്ളതിനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കേസ് ബെറുബറീസ് കേസ്. അപ്പൊ ഈ കേസൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ്. ബെറുബറീസ് കേസില് 1960 വന്ന കേസാണ്. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, ഒബ്സർവ് ചെയ്തത് ഇങ്ങനെയാണ്: പ്രിയാമ്പിൾ ഈസ് ദ കീ. ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ്, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ഒരു കീ, താക്കോലാണ്. എന്ത്? ടു ഓപ്പൺ ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തവരുടെ, അല്ലെങ്കിൽ കീ ടു ഓപ്പൺ ദ മൈൻഡ് ഓഫ് ദി മേക്കേഴ്സ്, അത് നിർമ്മിച്ചവരുടെ, അതായത് അത് ഡ്രാഫ്റ്റ് ചെയ്തവരുടെ, ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തവരുടെ മൈൻഡ് ഓപ്പൺ ചെയ്യാൻ, അതായത് അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് എവിടെ പ്രതിഫലിക്കുന്നുണ്ട്? പ്രിയാമ്പിളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരു കീ ആണ് ടു ഓപ്പൺ ദ മൈൻഡ് ഓഫ് ദി മേക്കേഴ്സ്. അത് ഉണ്ടാക്കിയവരുടെ ആ ഒരു മൈൻഡ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള കീ ആണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അവരെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രിയാമ്പിളിലൂടെ കാണാമെന്ന് സുപ്രീം കോടതി ബർബറീസ് കേസിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ കോടതി ഇതിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ദ കോർട്ട് ഇൻഫേർഡ് ദാറ്റ് ഇറ്റ് cannot be considered as the part of the constitution. ഏതാ ഇറ്റ്? പ്രിയാമ്പിളിനെ പക്ഷേ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ബർബറീസ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. അതായത് കോടതി പറഞ്ഞത് എങ്ങനെയാണ്, കീ ആണ് മൈൻഡ് ഓഫ് ദി ഡ്രാഫ്റ്റേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കേഴ്സിന് മൈൻഡ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു കീ ആണ് പ്രിയാമ്പിള്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടായിട്ട് പ്രിയാമ്പിളിനെ കൺസിഡർ ചെയ്യാൻ കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. പക്ഷെ എന്നാൽ പിന്നീട് 1973 കേശവാനന്ദ ഭാരതി കേസ് LLBക്ക് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിപ്പോയാൽ മതി. അപ്പൊ കേശവാനന്ദ ഭാരതി കേസ് 1973 ഈ കേസിൽ പിന്നീട് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ ഡിസിഷൻ മാറ്റി പറഞ്ഞു. ഇതിൽ പറഞ്ഞു എങ്ങനെയാണ്, പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ആമുഖം എന്ന് പറയുന്നത് കൺസിഡേർഡ് ആസ് ദി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പിന്നീട് അതേ ഡിസിഷൻ തന്നെ യൂണിയൻ ഗവൺമെന്റ് വേഴ്സസ് LIC. അപ്പൊ യൂണിയൻ ഗവൺമെന്റ്, ഇത് വേഴ്സസ് എന്നാണ് കേട്ടോ വായിക്കുന്നത്. വേഴ്സ് മീൻസ് നമ്മള് ഓപ്പോസിറ്റും അങ്ങനെ രണ്ട് ഇതായിട്ട് പറയുന്ന ഒരു കേസ് കൊടുക്കുമ്പോൾ രണ്ട് പാർട്ടീസ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ പറയുന്നതാണ്. ഇപ്പൊ വേഴ്സസ് എന്നുള്ള രീതിയിൽ വായിക്കുന്ന V. ഓക്കെ, യൂണിയൻ ഗവൺമെന്റ് വേഴ്സസ് LIC 1995 കേസിൽ വീണ്ടും സുപ്രീം കോടതി പറഞ്ഞത് ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഡിസിഷൻ തന്നെ ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയും ചെയ്തേ പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട്. ഇന്റഗ്രൽ മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് പ്രിയാമ്പിൾ എന്നാണ് ഈ കേസിലും പറഞ്ഞത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി എഴുതുക. അതോടൊപ്പം തന്നെ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞത് യൂണിയൻ ഗവൺമെന്റ് വേഴ്സസ് LIC ആണ്. പാർട്ട് അല്ലാന്ന് കൺസിഡർ ചെയ്ത കേസ് ഏതാ? ബർബറീസ് കേസ്. പിന്നെ ഈ സെന്റൻസ് പറഞ്ഞത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ അതും ബർബറീസ് കേസിലാണ്. സോ അപ്പൊ അത്ര 3 കേസസ് നിങ്ങൾ ഓർത്ത് വെക്കുക പ്രിയാമ്പിൾ പഠിക്കുന്ന സമയത്ത്. നമ്മൾ നോക്കുന്നത് ഓരോ ആർട്ടിക്കിൾ വൈസ് നോക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, യൂണിയനും അതിന്റെ പ്രദേശങ്ങളും ടെറിട്ടറിയും, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആർട്ടിക്കിൾ 1 നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് യൂണിയന്റെ ടെറിട്ടറിയുടെയും ആ ഒരു പേര് പറയുന്നത്, നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് യൂണിയൻ പറയുന്നത് ആർട്ടിക്കിൾ 1 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 1 എന്താ കോൺസ്റ്റിറ്റ്യൂഷന്റെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് യൂണിയൻ ആണ് പറയുന്നത്. ഇനി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് എന്താണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റും അതിന്റെ ടെറിട്ടറീസിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഷെഡ്യൂളിലാണ്? ഫസ്റ്റ് ഷെഡ്യൂളിലാണ്. അത് ഓർത്ത് വെക്കാം. സ്റ്റേറ്റിനെ കുറിച്ചും അതിന്റെ ടെറിട്ടറീസിനെ കുറിച്ചും, സ്റ്റേറ്റ്സും അതുപോലെ തന്നെ അതിന്റെ ടെറിട്ടറീസ് പ്രദേശങ്ങളെ കുറിച്ചും പറയുന്നത് ഫസ്റ്റ് ഷെഡ്യൂളിലാണ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറെ ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഷെഡ്യൂൾസ് ഉള്ളതില് 12 ഷെഡ്യൂൾസ് ഉള്ളതില് ഫസ്റ്റ് ഷെഡ്യൂളിലാണ് സ്റ്റേറ്റ്സിനെ കുറിച്ചും അതിന്റെ ടെറിട്ടറീസിനെ കുറിച്ചും പറയുന്നത്. ബാക്കി ഷെഡ്യൂൾസിൽ എന്തൊക്കെയാ പറയുന്നത് നമ്മൾ പറയും. ഇനി സ്റ്റേറ്റിന്റെ ടെറിട്ടറീസും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും, അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറീസ് ചിലപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്ത്, അതായത് നേടിയെടുക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഗവൺമെന്റ് നേടിയെടുത്ത് അക്വയർ ചെയ്ത് ചില സമയത്ത് അക്വയർ ചെയ്തെടുക്കുന്ന യൂണിയൻ ടെറിട്ടറീസും എല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറി പ്രദേശം എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഇന്ത്യയിലെ സ്റ്റേറ്റിന്റെ ടെറിട്ടറീസും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അക്വയർ ചെയ്ത് നേടിയെടുക്കുന്ന യൂണിയൻ ടെറിട്ടറീസും എല്ലാം കൂടി ചേർന്നതാണ് ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ ടെറിട്ടറിയുടെ ഒരു പ്രദേശം എന്ന് പറയുന്ന ഒരു പ്രദേശം, അപ്പൊ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്ന നോ സെഷൻ ഓഫ് ഇന്ത്യൻ ടെറിട്ടറി വിത്തൗട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഓക്കെ, അതായത് ഒരു ഇന്ത്യയിലെ ടെറിട്ടറിയിലെ അതായത് ഇന്ത്യയുടെ ഒരു പ്രദേശവും ഈ പറയുന്ന സെഷൻ ചെയ്യാൻ പറ്റില്ല. സെഷൻ ചെയ്യാൻ മീൻസ് വിട്ടു നൽകാനായിട്ട് പറ്റില്ല. എങ്ങനെ? വിത്തൗട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, അതായത് ഭരണഘടന ഭേദഗതി വഴി. അമെൻമെന്റ് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കൂട്ടിച്ചേർത്തലുകളൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ഭേദഗതിയാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ വിത്തൗട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ഭേദഗതി വഴി അല്ലാതെ, അമെൻമെന്റ് വഴി അല്ലാതെ, വിത്തൗട്ട് അതുവഴി അല്ലാതെ ഇന്ത്യയുടെ ടെറിട്ടറി അതായത് ഒരു പ്രദേശവും സെഷൻ ചെയ്യാനായിട്ട് വിട്ടു നൽകാനായിട്ട് സാധിക്കില്ല. പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ലോ വഴിയായിട്ട്, നിയമം വഴിയായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ സാധിക്കും. യൂണിയനിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും പുതിയ ഏതെങ്കിലും സ്റ്റേറ്റ്സുകൾ നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സ്റ്റേറ്റ്സുകൾ ഫോം ചെയ്യാനോ, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വിസ്തീർണം, ഏരിയയിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ ആ ബൗണ്ടറീസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക അല്ലെങ്കിൽ റീനെയിം ചെയ്യുക. ഇപ്പൊ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലനിൽക്കുന്ന സ്റ്റേറ്റ്സിനെ എന്തെങ്കിലും റീനെയിം ചെയ്യണം, പേര് മാറ്റണം, അങ്ങനെയുള്ളതൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ബൗണ്ടറി അതിർത്തിയിൽ ഈ പറയുന്ന ചേഞ്ചസ് വരുത്തണം, അങ്ങനെയുള്ള ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യണം ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലോ വഴിയായിട്ട് പാർലമെന്റിനെ അഡ്മിറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റേറ്റിനെ കുറിച്ചും അതിന്റെ ടെറിട്ടറീസിനെ കുറിച്ചും പറയുന്ന ഷെഡ്യൂൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഷെഡ്യൂൾ ആണ്. ആർട്ടിക്കിൾ 1 എന്താണ് പറയുന്നതെന്ന് ഓർക്കുക. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് യൂണിയൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഒരിക്കലും ഈ പറയുന്ന ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്ക് സെഷൻ ചെയ്യാൻ വിട്ടു നൽകാൻ പറ്റില്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി അല്ലാതെ. അടുത്തത് നമ്മൾ നോക്കുന്നത് സിറ്റിസൺഷിപ്പ് ആണ്. ഇപ്പൊ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ്. എന്താ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ? പൗരത്വം. അതിനെയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയുള്ള ആർട്ടിക്കിൾസിലാണ്. പാർട്ട് 2 പാർട്ട് 2 ഫസ്റ്റ് പാർട്ട് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി പാർട്ട് 2 പറയുന്നതാണ് സിറ്റിസൺഷിപ്പ്. പാർട്ട് 2 ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ എങ്ങനെയുള്ള സിറ്റിസൺഷിപ്പ് ആണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഒറ്റ സിംഗിൾ ആയിട്ടുള്ള പൗരത്വമാണ്, സിറ്റിസൺഷിപ്പ് ആണ് ഉള്ളത്. ഇങ്ങനെ ഇന്ത്യയിലെ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്ത് കടമെടുത്തത് ബ്രിട്ടനിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്ത് എടുത്തുകൊണ്ടാണ്. ഇനി ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് 4 രീതിയിലാണ് ഒരു വ്യക്തിക്ക് അക്വയർ ചെയ്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. 4 രീതികളാണ് പറയുന്നത് പൗരത്വം നേടിയെടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ടെർമിനേറ്റ് ആവുന്നത്, ഇല്ലാതാകുന്നത് 3 രീതികൾ വഴിയായിട്ടാണ്, 3 ways വഴിയായിട്ടുമാണ്. അപ്പൊ ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 2 പറയുന്നത്. ഇനി സിറ്റിസൺഷിപ്പ് എന്താണ്, പൗരത്വം എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇന്ത്യയിലെ നിയമമാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് ആണ്. പിന്നെ അതിനുശേഷം അമെന്റ്മെന്റുകളൊക്കെ ഇപ്പൊ കുറെ വന്നിട്ടുണ്ട്. അങ്ങനെ അമെന്റ്മെന്റുകളല്ല പറയുന്നത്. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആണ് ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പിനെ, പൗരത്വത്തെ സംബന്ധിച്ചിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. അപ്പൊ ആക്ടിന്റെ പേര് ഓർത്തിരിക്കുക, സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഇനി 4 രീതികളിലൂടെയാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ സാധിക്കുന്നത്, നേടിയെടുക്കാനായിട്ടും. അതുപോലെ തന്നെ ഇല്ലാതാകുന്നത് 3 രീതികളിലൂടെയാണെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ പേരുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ജസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന MCQs ആയിട്ട് ഓപ്ഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പേരുകൾ പഠിച്ചു വെക്കാം. അപ്പൊ അക്വിസിഷൻ നേടിയെടുക്കുന്നത്, സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന 4 രീതികളിലൂടെയാണ്. ഒന്ന്, ബൈ ബർത്ത് ഇൻ ഇന്ത്യൻ ടെറിട്ടറി. ഇന്ത്യൻ ടെറിട്ടറിയിൽ ഒരാൾ ജനിക്കുന്നത് വഴിയായിട്ട് അയാൾക്ക് ഇവിടെ പൗരത്വം കിട്ടും. അതാണ് ഒന്ന്. 2, ബർത്ത് ഔട്ട്സൈഡ് ഇന്ത്യ. ഞാൻ ജനിച്ചത് ഇന്ത്യക്ക് ഔട്ട്സൈഡ് ആണ്, പക്ഷെ എന്താണ്, ബട്ട് അറ്റ് ദ ടൈം ഓഫ് ദി ബർത്ത്, ഞാൻ ജനിച്ച സമയത്ത് പാരന്റ്സ് വർ ഇന്ത്യൻസ്, എന്റെ പാരന്റ്സ് ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്ത് എടുക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ രീതി. ഇനി 3, ബൈ രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്യുന്നത് വഴിയായിട്ട് നേടിയെടുക്കാം. പിന്നെ 3, ബൈ നാച്ചുറലൈസേഷൻ വഴിയായിട്ട് പറ്റും. 4, ബൈ നാച്ചുറലൈസേഷൻ വഴിയായിട്ട് പറ്റും. 5, അക്വിസിഷൻ ഓഫ് എ ന്യൂ ടെറിട്ടറി. ഒരു പുതിയൊരു പ്രദേശം ഇന്ത്യയിലേക്ക് പിടിച്ചെടുക്കുന്നത് വഴിയായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത് വഴിയായിട്ട്, അങ്ങനെ അക്വിസിഷൻ നേടിയെടുക്കുന്ന വഴിയായിട്ട് നമുക്ക് അവിടുത്തെ ആ ഒരു സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായി സാധിക്കും. അതോടൊപ്പം തന്നെ ടെർമിനേറ്റ് ആവുന്നത്, നമ്മുടെ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ആയി ഇല്ലാതാവുന്ന ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ്? റിനൗൺസിയേഷൻ, അതായത് ഒരു വ്യക്തി റിജക്ട് ചെയ്യുന്നത് വഴിയായിട്ട്, സിറ്റിസൺഷിപ്പ് റിജക്ട് ചെയ്യുന്ന വഴിയായിട്ട്, റിനൗൺസ് ചെയ്യുന്നത് വഴിയായിട്ട് അല്ലെങ്കിൽ ഡിപ്രൈവ് ചെയ്യുന്ന വഴിയായിട്ട്, ഈ പറയുന്ന ഗവൺമെന്റ് ആ വ്യക്തിക്ക് ആ ഒരു സിറ്റിസൺഷിപ്പ് ഡിപ്രൈവ് ചെയ്ത് നിഷേധിക്കുന്നത് വഴിയായിട്ട്, അല്ലെങ്കിൽ ലോസ് ഓഫ് ടെറിട്ടറി, ഏതെങ്കിലും ഒരു പ്രദേശം നഷ്ടപ്പെടുന്നത് വഴിയായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഒരു സിറ്റിസൺഷിപ്പ് ഒരു വ്യക്തിക്ക് ടെർമിനേറ്റഡ് ആകുന്നത്, അതായത് ഇല്ലാതാകുന്നത്. അപ്പൊ ഏതൊക്കെ രീതികളിലൂടെയാണ് അക്വിസിഷൻ നടക്കുന്നത്, ഏതൊക്കെ രീതികളിലൂടെയാണ് ടെർമിനേഷൻ, ഇല്ലാതാവുന്ന സിറ്റിസൺഷിപ്പ് എന്ന് ഓർക്കാം. അതോടൊപ്പം തന്നെ അതിന്റെ ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയാണ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിലെ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. ഇത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തെടുത്ത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള നിയമം സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആണ്. ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. സോ അപ്പൊ ഇത്രയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ 2 ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.